Welcome to the online session of the lecture on manufacturing process. Today's topic is gauges, a special tool used for inspection. During the last few lectures, we have seen the introduction to the manufacturing process, construction, working, and method of measurement of two measuring instruments, that is micrometer and vernier caliper. Today we will discuss about gauges and their classification. And the following gauges: feeler gauge, screw pitch gauge, standard wire gauge, plug gauge, ring gauge, and snap gauge. We'll see the construction details of all these gauges and the method of checking. ഗേജസ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ വർക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷനിലെ ഇൻസ്പെക്ഷൻ ടൂളാണ് ഗേജസ്. ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ കോമ്പണന്റിന്റെ സൈസും ഷേപ്പും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ സ്പെഷ്യൽ ടൂൾ, ദാറ്റ് ഈസ് ഗേജസ്, നമ്മൾ ഉപയോഗിക്കുന്നത്. ഗേജസ് മോസ്റ്റ് കോമൺലി ദേ ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ഓർ അലോയ് സ്റ്റീൽ. ഇതിന്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈസ് ഹാർഡൻഡ് ആൻഡ് ആക്യുറേറ്റ്ലി ഫിനിഷ് ചെയ്ത ടൂളാണ് ഉപയോഗിക്കാറ്. ഈ ഗേജസിന്റെ ആവശ്യം എന്താണ്? ഗേജസിന്റെ ആവശ്യം നമുക്ക് പാർട്സ്, ഇന്റർചേഞ്ചബിൾ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ യൂണിഫോമിറ്റി, ഡയമെൻഷന്റെ യൂണിഫോമിറ്റി വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഗേജസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, സെയിം ഡയമെൻഷൻ അല്ലെങ്കിൽ സെയിം ഷേപ്പിൽ ഒരു പ്രൊഡക്റ്റും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പെന്ന് നമുക്ക് കാണുമ്പോൾ പെന്ന് രണ്ടും സെയിം ഡയമെൻഷൻ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഡയമെൻഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് there will be a difference. അത് മാനുഫാക്ചറിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്. ഡിഫറൻസ് ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മൾ മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഫറൻസ് ഒന്നും കിട്ടില്ല. നമ്മൾ നേരെ മറിച്ച് ഒരു മൈക്രോമീറ്റർ ഉപയോഗിച്ച് 0.01 മില്ലിമീറ്റർ ആക്യുറസി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ മേ ബി അതിലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. രണ്ട് പ്രോഡക്റ്റ് സെയിം ആയിട്ട് നമുക്ക് ഐഡന്റിക്കൽ ആണെന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നുമെങ്കിലും അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ there will be a difference. വളരെ ക്ലോസ് ടോളറൻസിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ഡിസ്കൗണ്ട് വളരെ കുറഞ്ഞ 0.00001 മില്ലിമീറ്ററോ മൈക്രോൺസിലൊക്കെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ലിമിറ്റേഷൻ ആണ്. No two components can be made exactly. ഇതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എറർ അതിനകത്ത് പെർമിറ്റ് ചെയ്യേണ്ട വരും. ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ, ഈ പ്രോഡക്റ്റ് എന്തിനാണോ ഉപയോഗിക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എറർ അതിൽ നമുക്ക് അലോ ചെയ്യേണ്ട വരും. ആ എററിനെയാണ് ടോളറൻസ് എന്ന് വിളിക്കുന്നത്. പെർമിസിബിൾ എറർ ഇൻ ഡയമെൻഷൻ ഈസ് കോൾഡ് ടോളറൻസ്. നേരത്തെ കണ്ട മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ അതിന്റെ എക്സാക്ട് ഡയമെൻഷൻ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. പക്ഷെ ഗേജസ് എന്നത് ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല. മെഷറിംഗ് എന്നതിനേക്കാൾ ഉപരി ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്, ഇൻസ്പെക്ഷനിൽ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ എക്സാക്ട് അല്ലെങ്കിൽ ആക്ച്വൽ ഡയമെൻഷൻ നമുക്ക് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കൊരു ലിമിറ്റിനകത്താണോ, ബട്ട് ദി ചെക്ക് വെദർ ദ പാർട്ട് ഹാവ് ബീൻ മെയ്ഡ് വിത്തിൻ എ സ്പെസിഫൈഡ് ലിമിറ്റ്സ് ഓഫ് സൈസ്. ഒരു ലിമിറ്റിനകത്താണ് ഇതിന്റെ ഡയമെൻഷൻ വരുന്നത് എൻഷുർ ചെയ്യാൻ നമുക്ക് ഈ ഗേജസ് എന്ന സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ കഴിയും.
ഗേജസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാൻഡേർഡ് ഗേജസും ലിമിറ്റ് ഗേജസും. സ്റ്റാൻഡേർഡ് ഗേജസ് എന്നത് നേരത്തെ പറഞ്ഞ എററിന്റെ ലിമിറ്റ്, അതിന്റെ ഒരു മീൻ വാല്യൂ, മീൻ പെർമിസിബിൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് ഗേജസ് മാനുഫാക്ചർ ചെയ്യാൻ. അപ്പൊ ഈ മീൻ വാല്യൂ ആണോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് സ്റ്റാൻഡേർഡ് ഗേജസ് ഉപയോഗിക്കുക. ഈ സ്റ്റാൻഡേർഡ് ഗേജസിന് ഇൻഡിക്കേറ്റർ ഗേജസ് എന്നും പേരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെഷർമെന്റിന്റെ റിസൾട്ട് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തീരുമാനിച്ച മെഷർമെന്റിൽ മാനുഫാക്ചറിങ് ചെയ്ത് അത് വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൂൾസ് ആണ് സ്റ്റാൻഡേർഡ് ഗേജസ്. അതിന്റെ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഇൻഡിക്കേറ്റർ ഗേജസും എന്ന പേരുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജസിൽ നമ്മുടെ മെഷേർഡ് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. സാധാരണ ഉപയോഗിക്കാറുള്ള സ്റ്റാൻഡേർഡ് ഗേജസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഗേജസ്, ഡയൽ ഗേജസ്, ഫീലർ ഗേജസ്, ഫില്ലറ്റ് ആൻഡ് റേഡിയസ് ഗേജസ്, ത്രെഡ് ഗേജസ് ആണ്. ഈ പറഞ്ഞ ഗേജസിൽ പലതും നമ്മുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ നേരിട്ട് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഇനി അടുത്തത് ലിമിറ്റ് ഗേജസ്. നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ലിമിറ്റേഷൻ കാരണം നമ്മൾ എല്ലാ പ്രോഡക്ട്സിനും അതിന്റെ ഡയമെൻഷന് ഒരു എറർ നമ്മൾ അലോ ചെയ്യും. ആ എററിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഈ എററിന് ഒരു ഹയർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിന്റെ ഡയമീറ്റർ 10.1 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 9.9 മില്ലിമീറ്ററോ ആയാലും യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഹയർ ലിമിറ്റ് 10.1 മില്ലിമീറ്റർ ആണ്, ലോവർ ലിമിറ്റ് 9.9 മില്ലിമീറ്റർ ആണ് ഈ പറഞ്ഞ എക്സാമ്പിളിൽ. ഇപ്പൊ ലിമിറ്റ് ഗേജസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഈ പ്രോഡക്റ്റ് ഈ പെർട്ടിക്കുലർ സ്പെസിഫൈഡ് ലിമിറ്റിനകത്താണോ അതിന്റെ ഡയമെൻഷൻ എന്ന് ചെക്ക് ചെയ്യാനാണ് ലിമിറ്റ് ഗേജസ് ഉപയോഗിക്കാറ്. ലിമിറ്റ് ഗേജസ് എന്ന് പറയുന്നതിനുള്ള കാരണം നമ്മൾ ഡയമെൻഷൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ ലിമിറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിനെ ലിമിറ്റ് ഗേജസ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് ഗേജസിന് ഗോ ആൻഡ് നോ ഗോ ഗേജസ് എന്ന പേര് കൂടി ഉണ്ട്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് ഗേജസിന്റെ കൺസ്ട്രക്ഷനിൽ ഒരു ഗോ പാർട്ടും അതുപോലെ നോ ഗോ പാർട്ടും ഇതിന്റെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഗോ ആൻഡ് നോ ഗോ ഗേജ് എന്ന് വിളിക്കുന്നത്. ഇനി സിംഗിൾ എൻഡഡ് ലിമിറ്റ് ഗേജസും ഉണ്ട്. അതിന് ഗോ പാർട്ടും നോ ഗോ പാർട്ടും സെപ്പറേറ്റ് കോമ്പണൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് ലിമിറ്റ് ഗേജസിൽ സെയിം ഗേജിൽ തന്നെ രണ്ട് എൻഡില് ഒന്നില് ഗോ പാർട്ടും ഒന്നില് നോ ഗോ പാർട്ടും ഉണ്ടാവും. ഇനി ഈ ലിമിറ്റ് ഗേജിൽ ഈ രണ്ട് ഗോവും നോ ഗോ പാർട്ടും സെയിം എൻഡിലാണെങ്കിൽ അതിനെ നമ്മൾ പ്രോഗ്രസീവ് ലിമിറ്റ് ഗേജസ് എന്നാണ് പറയുക. ഇൻസ്പെക്ഷൻ എന്ന സമയത്ത് ഇൻസ്പെക്ഷന്റെ ടൈം റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ പ്രോഗ്രസീവ് ലിമിറ്റ് ഗേജസ് ഉപയോഗിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ഫീലർ ഗേജ് ആണ്. നിങ്ങൾ പലരും ഈ ഗേജ് കണ്ടിട്ടുണ്ടാവും. ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് ഫീലർ ഗേജ്. ഫീലർ ഗേജിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ തിന്നായിട്ടുള്ള ബ്ലേഡ്സ് ആണ് ഈ കാണുന്നത്. 1, 2, 3 അങ്ങനെ കുറെ ബ്ലേഡ്സ് ഇതിനകത്തുണ്ട്. വളരെ തിന്നായിട്ടുള്ള ബ്ലേഡ്സ് ആണ്, വിച്ച് ഈസ് ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട് ടു വേരിയസ് സൈസസ്. ഹാർഡൻ ചെയ്തിട്ടുള്ള, ഗ്രൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗ്രൗണ്ട്, ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള വേരിയസ് സൈസിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ബ്ലേഡ്സ് ഒരു കോമൺ ഹോൾഡറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. ഇത് ഉപയോഗിക്കുന്നത് ക്ലിയറൻസ്, മേറ്റിംഗ് പാർട്സ്, രണ്ട് മേറ്റിംഗ് പാർട്സിന്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കാറ്.
ഇതിൽ ഓരോ ബ്ലേഡും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതിൽ 0.01 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 0.009 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ബ്ലേഡിന്റെ തിക്നെസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് ഈ ഹോൾഡറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. 0.010 മില്ലിമീറ്റർ ആണോ ഇഞ്ചാണോ എന്ന് ബ്ലേഡിന്റെ ഹോൾഡറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫീലർ ഗേജ് 0.03 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയുള്ള ഡയമെൻഷനാണ് നമ്മൾ സാധാരണ ഫീലർ ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ ബ്ലേഡിന്റെ ലെങ്ത് അറൌണ്ട് 100 മില്ലിമീറ്റർ ഉണ്ടാവും. ഈ കാണുന്നതാണ് ഫീലർ ഗേജ്. ഫീലർ ഗേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിട്ടുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ ഫീലർ ഗേജ് നമ്മൾ കവർന്ന് ആദ്യം റിമൂവ് ചെയ്തു. ഈ ബ്ലേഡ്സ് കംപ്ലീറ്റ്, ഇതിനകത്ത് കാണുന്ന ബ്ലേഡ്സ് കംപ്ലീറ്റ് ഒരു ഹോൾഡറിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലിങ്ങനെ ഡിഫറെന്റ് ബ്ലേഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ബ്ലേഡിന്റെ മുകളിൽ തന്നെ അതിന്റെ തിക്നെസ് എത്രയാണെന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ്, സഫിഷ്യന്റ് സ്ട്രെങ്ത് ഓഫ് സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുക. അപ്പൊ അതിന്റെ ഗ്യാപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലേഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ അത് ഇൻസേർട്ട് ചെയ്ത് നോക്കും. ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിന്റെ ഗ്യാപ്പ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതുപോലെ കോമ്പിനേഷൻ ആയിട്ട് ഡിഫറെന്റ് ബ്ലേഡ്സിന്റെ കോമ്പിനേഷൻ ആയിട്ടും അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്യാപ്പ് എത്രയാണ് നമുക്ക് അതിൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതില് 0.04 മില്ലിമീറ്ററും അതുപോലെ 0.88 മില്ലിമീറ്റർ ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് അതിന്റെ തിക്നെസ്. ഈ തിക്നെസ് പെർമിറ്റബിൾ ആണോ എന്നതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് നോക്കിയാലാണ് മനസ്സിലാക്കുക. ഇത് റസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഉപയോഗത്തിന് ശേഷം അത് ഓയിൽ ഉപയോഗിച്ച് കോട്ട് ചെയ്തതിനു ശേഷം നമ്മളൊരു കവറിനകത്ത് എടുത്തു വെക്കുകയാണ് ചെയ്യുക. ഈ കാണുന്ന വീഡിയോയിൽ ഈ കാണുന്ന റോക്കർ ആമാണ്. ഇത് സ്പ്രിംഗ് വാൾവ് ഹെഡിന്റെ മുകളിലുള്ള സ്പ്രിംഗ് ആക്ച്വേഷൻ മെക്കാനിസം ആണ് ഈ കാണുന്നത്. ഇതില് റോക്കർ ആമിന്റെ ആൻവിലും വാൾവും തമ്മിലൊരു ഗ്യാപ്പ് എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഈ വാൾവ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും ചെയ്യും. അപ്പൊ ആ ഗ്യാപ്പ് നമ്മൾ ഡിസൈൻ ചെയ്ത ഗ്യാപ്പ് ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ അത് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ അതിന്റെ ഗ്യാപ്പ് എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ഫീലർ ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് ഇതിന്റെ ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിൽ അദ്ദേഹം കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് പുതിയതായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫീലർ ഗേജ് ഉപയോഗിച്ച് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കി അങ്ങനെ പ്രോപ്പർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇത് ഗ്യാപ്പ് ചെക്ക് ചെയ്യാനാണ് ഈ ഫീലർ ഗേജിന്റെ ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്ക്രൂ പിച്ച് ഗേജ്. സ്ക്രൂ പിച്ച് ഗേജിന്റെ ഒരു പിക്ചർ ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ട്. ഇത് സ്ക്രൂവിന്റെ പിച്ച് എത്രയാണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പെക്ഷൻ ടൂളാണ്. പിച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ത്രെഡിന്റെ രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച്. പിച്ച് എത്രയാണെന്ന് ചെക്ക് ചെയ്യാനാണ് സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഫീലർ ഗേജിൽ കണ്ട പോലെ തന്നെ ഇതിൽ കുറെ അധികം ബ്ലേഡ്സ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്.
ഈ ബ്ലേഡ്സ് കംപ്ലീറ്റ് ഒരു ഹോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലും വേറെ പിച്ച് വാല്യൂ ഉള്ള ബ്ലേഡ്സ് ആണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ത്രെഡിന്റെ പിച്ച് ഈ ബ്ലേഡിനകത്ത് നേരിട്ട് നമുക്ക് റീഡ് ചെയ്യാം. പിച്ച് സൈസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണത്. ഇതിൽ ഈ കാണുന്നതാണ് സ്ക്രൂ പിച്ച് ഗേജ്. ഈ കാണുന്ന രണ്ട് എക്സ്റ്റേണൽ ത്രെഡ് ആണ്. ത്രെഡിന്റെ പ്രൊഫൈൽസുള്ള രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ രണ്ട് റൂട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച്. ഈ പിച്ചിന് പ്രോബ്ലം ആണെങ്കിൽ എന്താവും, നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ട് കറക്റ്റ് ആയിട്ട് അതിൽ ഇൻസേർട്ട് ആവില്ല. ഇതിൽ നമ്മൾ പിച്ച് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയറിൽ നമ്മൾ ആദ്യം ഈ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ബ്ലേഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ആവുന്നില്ല. രണ്ട് ക്രസ്റ്റിലേക്ക് മുട്ടുന്നതുകൊണ്ട് ഇതിനകത്ത് ഇൻസേർട്ട് ആവുന്നില്ല. ഈ 14 നമ്പർ അടുത്തത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ്. നമ്മൾ ഷോപ്പിൽ ചെന്ന് ഷീറ്റോ അല്ലെങ്കിൽ വയേഴ്സ് കേബിൾസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പറയുന്ന ഒരു നമ്പറാണ് SWG നമ്പർ, സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ എന്ന് പറയും. സാധാരണ ഗേജിലാണ് അത് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വീട്ടിനകത്ത് ഫെൻസിങ് കമ്പിവേലി കിട്ടുന്ന സമയത്ത് കമ്പിവേലിയുടെ കമ്പി നമ്മൾ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മില്ലിമീറ്റർ, ഇത്ര മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ ഗേജ് നമ്പർ, SWG നമ്പർ 12 ഗേജ്, 16 ഗേജ്, 18 ഗേജ് എല്ലാം പറഞ്ഞിട്ടാണ് കമ്പിവേലിയുടെ കമ്പി സെലക്ട് ചെയ്യുന്നത്. ഈ വയർ ഗേജ് ഉപയോഗിക്കുന്നത് ഷീറ്റിന്റെ തിക്നെസ് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ വയറിന്റെ ഡയാമീറ്റർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. ഇതിൽ നമുക്ക് കൺസ്ട്രക്ഷൻ കാണുന്നത് എന്താണ്, ഇതൊരു സർക്കുലർ ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റ് ആണ്. ഇതിനകത്ത് കുറെ സ്ലോട്ട്സ് ഉണ്ട്, 1, 2, 3 അങ്ങനെ കുറെ സ്ലോട്ട്സ് ഉണ്ട്. ഈ സ്ലോട്ട്സിന്റെ എൻഡിനൊക്കെ ഡിഫറെന്റ് തിക്നെസ് ആണ്. ഈ പെരിഫറിയിൽ ഡിഫറെന്റ് ഗ്യാപ്പ് ആണ് ഈ സ്ലോട്ട്സിനുള്ളത്. ഈ ഓരോ സ്ലോട്ടും ഓരോ നമ്പർ അതിനകത്ത് എഴുതിയിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ നിങ്ങൾ നോക്കൂ, നമ്പർ കൂടുന്നതനുസരിച്ച് ഈ ഇതിന്റെ എൻഡിന്റെ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്പർ കൂടിയ SWG നമ്പർ ആയിരിക്കും തിക്നെസ് കുറഞ്ഞത്. സാധാരണയായിട്ട് ഉപയോഗിക്കാറ് 21 സ്ലോട്ടുള്ള ഗേജ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അതിന്റെ 4 to 24 റേഞ്ചിലുള്ള നമ്പർ ഉപയോഗിച്ചാണ് മോസ്റ്റ് കോമൺ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആർ മാനുഫാക്ചേർഡ്. നമുക്ക് വയർ ഗേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗേജ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാതെ നമുക്ക് ചെക്ക് നോക്കാം. ഇതില് ഈ കാണുന്ന മെറ്റാലിക് പ്ലേറ്റിനകത്ത് കുറെ സ്ലോട്ട്സ് ഉണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് അല്ലെങ്കിൽ SWG എന്ന് പറയുന്നത്. ഇതിനകത്ത് ഔട്ടർ പെരിഫറിയിൽ കുറെ അധികം സ്ലോട്ട്സ് ഉണ്ട്. ഇപ്പൊ 32 നമ്പർ ആയിട്ടുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ബിഹൈൻഡ് ഓഫ് ദ വയർ ഗേജിന്റെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ഒരു നെയിൽ എടുത്തു. ചെക്കിംഗ് പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇതിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ലോട്ടിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഈ 19 നമ്പർ സ്ലോട്ടിൽ ഈസി ആയിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ട്. 20ലും അത് ഈസി ആയിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ട്. 21ല് കുറച്ച് ഒരു ഗ്യാപ്പ് കുറവാണ്, എന്നാലും ഇൻസേർട്ട് ആവുന്നുണ്ട്. 22 നമ്പറിൽ അത് തീരെ ഇൻസേർട്ട് ആവുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത വയറിന്റെ SWG നമ്പർ ഈസ് 21. വേറൊരു പിന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഈ പിന്ന് ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ 21ൽ ഇൻസേർട്ട് ആവുന്നുണ്ട്, 22ലും ഈസി ആയിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ട്, 23ലും ഇൻസേർട്ട് ആവുന്നുണ്ട്, 24ൽ ഇൻസേർട്ട് ആവുന്നില്ല. അപ്പൊ ഈ വയറിന്റെ അല്ലെങ്കിൽ നെയിലിന്റെ SWG നമ്പർ എന്ന് പറയുന്നത് 23 ആണ്.
അടുത്തത് ലിമിറ്റ് ഗേജസ്. ലിമിറ്റ് ഗേജസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ പാർട്ട് ഒരു സർട്ടൻ ലിമിറ്റിനകത്താണോ എന്ന് എൻഷുർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്പെക്ഷൻ ടൂളാണ് ലിമിറ്റ് ഗേജസ്. അതിലെ ഫസ്റ്റ് വൺ പ്ലഗ് ഗേജ്. പ്ലഗ് ഗേജ് എന്ന് പറയുന്നത് ഹോളിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാനാണ് പ്ലഗ് ഗേജ് ഉപയോഗിക്കാറ്. സാധാരണ ഒരു സിംഗിൾ സൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഗേജ് ഉപയോഗിക്കാറ്. കുറെ അധികം സൈസ് ഈ ഗേജ് ഉപയോഗിച്ച് പ്ലഗ് ഗേജ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു സിംഗിൾ ഡയമെൻഷൻ മാത്രമേ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഗോ ആൻഡ് നോ ഗോ വെറൈറ്റി ഓഫ് പ്ലഗ് ഗേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗേജ് ഉപയോഗിച്ച് നമുക്ക് ഒരു സൈസ്, ഒരു ഹോളിന്റെ സൈസ് വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ കാണുന്ന പ്ലഗ് ഗേജിൽ ഇവിടെ 0 എന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ +21 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 19H7 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അത് മാത്രമല്ല ഇവിടെ ഒരു എൻഡ് ഉണ്ട്, അതുപോലെ ഇവിടെ വേറൊരു എൻഡ് ഉണ്ട്. ഈ പ്ലഗ് ഗേജില് ഗോ പാർട്ടാണ് ഇത് നോ ഗോ പാർട്ടാണ്. ഇതില് ഡയമെൻഷൻസ് 19 മില്ലിമീറ്റർ +0, ദാറ്റ് ഈസ് 19 മില്ലിമീറ്റർ ആണ് ഈ ഗോ പാർട്ടിന്റെ അല്ലെങ്കിൽ ലോവർ ലിമിറ്റ്. ഇനി റൈറ്റ് സൈഡിൽ ഈ നോ ഗോ പാർട്ടിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 19 + 21 മൈക്രോൺസ്, ദാറ്റ് ഈസ് 0.021 മില്ലിമീറ്റർ. ഇപ്പോൾ 19.021 മില്ലിമീറ്റർ ആണ് ഈ നോ ഗോ എൻഡിന്റെ സൈസ്. ഇതിന്റെ പ്രൊസീജിയറിൽ നമ്മൾ ആദ്യം ഈ ഗോ പാർട്ട് നമ്മൾ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കും. അതിനുശേഷം അത് ഈസി ആയിട്ട് ഇൻസേർട്ട് ആവണം. ഇനി അതിനുശേഷം നോ ഗോ പാർട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കും. നോ ഗോ പാർട്ട് ഹോളിനകത്ത് ഇൻസേർട്ട് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോള് വിത്തിൻ ലിമിറ്റ് ആണ് എന്ന് പറയാം. സപ്പോസ് നമ്മൾ വേറൊരു ഹോള് ചെക്ക് ചെയ്യാണ്, അപ്പോൾ ഈ ഗോ പാർട്ട് ഇൻസേർട്ട് ആയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ട് റിജക്റ്റഡ് ആണ്. ഇനി ഗോ പാർട്ട് ഇൻസേർട്ട് ആവുന്നുണ്ട്, അതോടൊപ്പം തന്നെ നോ ഗോ പാർട്ടും കൂടി ഇൻസേർട്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹോൾ സൈസ് വളരെ ലാർജ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിലും നമ്മുടെ പാർട്ട് റിജക്റ്റഡ് ആണ്. അപ്പൊ ഈ പെർട്ടിക്കുലർ പ്ലഗ് ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഹോൾ സൈസ് 19 to 19.021 മില്ലിമീറ്ററിനകത്താണോ അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് എൻഷുർ ചെയ്യാനാണ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനാണ് ഈ പ്ലഗ് ഗേജ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു റെഡ് പ്ലാസ്റ്റിക് ഒരു കവറിങ് ഉപയോഗിച്ചിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർക്ക് ഈസി ആയിട്ട് നോ ഗോ പാർട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ ഗോ പാർട്ടിന്റെ ലെങ്ത് കൂടുതലാണ്, നോ ഗോ പാർട്ടിന്റെ ലെങ്ത് കുറവാണ്. അതായത് നമുക്ക് മാസ് പ്രൊഡക്ഷനിൽ കുറെ അധികം കോമ്പോണൻസ് ഇതുപോലെ ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇൻസ്പെക്ഷൻ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാനാണ് ഇങ്ങനെ ഈസി ആയിട്ട് ഇൻസ്പെക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ പ്ലഗ് ഗേജ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റെഡ് പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പ്രത്യേകിച്ച് +21 അത് റീഡ് ചെയ്യേണ്ട കാര്യമില്ല. റെഡ് പാർട്ട് കണ്ടാൽ തന്നെ ഇത് നോ ഗോ പാർട്ടാണെന്ന് മനസ്സിലാവും. അതുപോലെ ഇതിൽ റെഡ് ഇല്ല, അതുകൊണ്ട് ഗോ പാർട്ടാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വൺ റിംഗ് ഗേജ്. റിംഗ് ഗേജസ് ആർ യൂസ്ഡ് ടു ചെക്ക് ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സിലിണ്ടറിക്കൽ പാർട്സ്. ഫോർ എക്സാമ്പിൾ, ഷാഫ്റ്റിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഗേജ്, പെർട്ടിക്കുലർ റിംഗ് ഗേജ് ഉപയോഗിക്കും. സ്റ്റാൻഡേർഡ് ആയിട്ട് റിംഗ് ഗേജ് ഒരു പെർട്ടിക്കുലർ സൈസ് മാത്രം ആണ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. ഈ കാണുന്ന റിംഗ് ഗേജിൽ 2 കോമ്പോണന്റ് ആയിട്ടാണ് ഒരു സെറ്റ് വരുന്നത്. ഇതില് ഗോ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് ഗോ റിംഗ് ഗേജ് ആണ്. ഇതില് 21H7 എന്ന് എഴുതിയിട്ടുണ്ട്. നോ ഗോ റിംഗ് ഗേജിൽ 21H7,
-0.021 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഷാഫ്റ്റ് ഈ ഇതിനകത്ത് കാണുന്ന ഹോളിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഷാഫ്റ്റ് ഇൻസേർട്ട് ആവണം ഗോ ഗേജിൽ. ഇനി ആ സെയിം ഷാഫ്റ്റ് നമ്മൾ നോ ഗോ ഗേജിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഇൻസേർട്ട് ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷാഫ്റ്റ് വിത്തിൻ 21 to 21 minus 0.021 that is 20.97 millimeterലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഈ ഗോ പാർട്ടിൽ ഷാഫ്റ്റ് ഇൻസേർട്ട് ആവുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഷാഫ്റ്റ് കുറച്ച് ഹയർ സൈസിലാണ് നമ്മൾ മെഷീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫർദർ മെഷീനിങ് ഈസ് റിക്വയർഡ്. ഇനി ഒരു കേസും കൂടി വരാം. ഈ ഗോ പാർട്ടിൽ ഇൻസേർട്ട് ആവുന്നുണ്ട്, മാത്രമല്ല നോ ഗോ പാർട്ടിലും ഇൻസേർട്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 20.979ലും താഴെയാണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തതിലും താഴെയാണ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷാഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അത് റിജക്ട് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഓബ്ജക്ട്സിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാനാണ് റിംഗ് ഗേജ് ഉപയോഗിക്കാറ്. ഈ 21H7 എന്നുള്ള റിംഗ് ഗേജ് ഉപയോഗിച്ച് ഷാഫ്റ്റിന്റെ ഡയമെൻഷൻസ് വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ ആദ്യം നമ്മൾ go part of the ring gauge is inserted into the shaft, so that is easily going through. Then further we will check the same shaft using no go part. It cannot enter into the gauge. അങ്ങനെയാണെങ്കിൽ ഈ ഷാഫ്റ്റ് വിത്തിൻ ലിമിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെഡ് മാർക്ക് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് ഈ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഗോ പാർട്ട് ആണെന്ന് ഇൻസ്പെക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് സ്നാപ്പ് ഗേജസ്. സ്നാപ്പ് ഗേജും എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാനാണ് ഉപയോഗിക്കാറ്. ഡയമീറ്ററോ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ പാർട്ട്, ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ പാർട്ട് ചെക്ക് ചെയ്യാനാണ് സ്നാപ്പ് ഗേജസ് ഉപയോഗിക്കുക. സ്നാപ്പ് ഗേജിൽ തന്നെ 3 വെറൈറ്റി ഓഫ് സ്നാപ്പ് ഗേജസ് ഉണ്ട്. ഒന്ന് കാലിപ്പർ ഗേജ്, ഒന്ന് അഡ്ജസ്റ്റബിൾ ഗേജ്, ഒന്ന് സോളിഡ് ഗേജ്. ഇത് കാലിപ്പർ ടൈപ്പ് ഓഫ് സ്നാപ്പ് ഗേജ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു കാലിപ്പറിന്റെ ഒരു ഷേപ്പിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിംഗ് ഗേജസ്, സ്മോൾ ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് ചെക്ക് ചെയ്യാനാണ് റിംഗ് ഗേജ് ഉപയോഗിക്കുന്നതെങ്കിൽ ദ സെയിം റിംഗ് ഗേജ് നമുക്ക് ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള ഷാഫ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെയധികം ഹെവി ആയിട്ടുള്ള റിംഗ് ഗേജ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഗേജ് നമ്മൾക്ക് ഇൻസ്പെക്ഷനിൽ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വേറൊരു ടൈപ്പ് സ്നാപ്പ് ഗേജ് എന്നുള്ള ഗേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ കാലിബറിന്റെ ഈ പാർട്ടിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ഷാഫ്റ്റിനകത്ത് ഈ പാർട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് 120 M6 എന്ന് പറഞ്ഞിട്ടുള്ള കാലിബർ സ്നാപ്പ് ഗേജ് ആണ്. അപ്പൊ 120 ആണ് അതിന്റെ നോമിനൽ ഡയമെൻഷൻ. ഈ M6 എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് ഗോ പാർട്ട്, ഈ റെഡ് ലൈനിന്റെ താഴെ കാണുന്നതാണ് ഗോ പാർട്ട്, റെഡ് ലൈനിന്റെ മുകളിൽ കാണുന്നത് നോ ഗോ പാർട്ടാണ്. നമ്മൾ ആ തിക്നെസ് ചെക്ക് ചെയ്യാനുള്ള പാർട്ടിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഗോ പാർട്ടിനകത്ത് അത് ഈസി ആയിട്ട് എൻ്റർ ആവുകയും ഈ റെഡ് ലൈൻ എത്തുമ്പോൾ അതിനകത്ത് ഫർദർ എൻട്രിങ് അലൗ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവണം. ഈ നോ ഗോ പാർട്ട് അതിലേക്ക് ഇൻസേർട്ട് ആവാൻ പാടില്ല. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ ഈ ഗോ പാർട്ടിന്റെ ഡയമെൻഷൻ 120 പ്ലസ് 35 മൈക്രോൺസ് ആണ്. 120.035 മില്ലിമീറ്റർ ആണ് ഈ ഗോ പാർട്ടിന്റെ ഡയമെൻഷൻ. നോ ഗോ പാർട്ടിന്റെ ഡയമെൻഷൻ 120.013 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂവിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഷാഫ്റ്റ് എന്ന് എൻഷുർ ചെയ്യാൻ ആണ് ഈ കാലിബർ സ്നാപ്പ് ഗേജ് ഉപയോഗിക്കുന്നത്. അടുത്തത് അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് ആണ്. നേരത്തെ കണ്ട കാലിബർ സ്നാപ്പ് ഗേജിൽ ഒരു സിംഗിൾ ഡയമെൻഷൻസ് മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അഡ്ജസ്റ്റബിൾ ഗേജിൽ ഈ കാണുന്ന
ആൻവിൽസ് നമുക്ക് മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട ലിമിറ്റ് ആദ്യം നമ്മൾ ഇവിടുത്തെ സ്ക്രൂ അൺലോക്ക് ചെയ്തിട്ട് ആൻവില് മൂവ് ചെയ്ത് സെറ്റ് ചെയ്യണം. നമ്മൾക്ക് അറിയാവുന്ന ഏതെങ്കിലും റെഫറൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് സ്ലിപ്പ് ഗേജോ അല്ലെങ്കിൽ ഇൻസൈഡ് മൈക്രോമീറ്ററോ അങ്ങനെ ഏതെങ്കിലും മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഈ ആൻവിൽ ആദ്യം നമ്മൾ ലോവർ ലിമിറ്റും ഹയർ ലിമിറ്റും സെറ്റ് ചെയ്യണം. താഴെ കാണുന്നത് ഗോ പാർട്ടാണ്, മുകളിൽ കാണുന്നത് നോ ഗോ പാർട്ടാണ്. അപ്പൊ നമ്മുടെ ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റ് അനുസരിച്ച് ഈ ആൻവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാണ് വേണ്ടത്. 2 ലിമിറ്റിൽ നമ്മൾ ടൈറ്റ് ചെയ്തതിനു ശേഷം ഈ ലിമിറ്റിൽ ആണോ എന്ന് നമ്മുടെ കോമ്പണന്റ് ചെക്ക് ചെയ്യാനായിട്ടാണ് അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് ഉപയോഗിക്കുന്നത്. അഡ്ജസ്റ്റബിൾ എന്ന പേര് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആൻവിൽസ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമല്ല, ഒരു റേഞ്ച് ഓഫ് ഡയമെൻഷൻസ് നമുക്ക് അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ സോളിഡ് സ്നാപ്പ് ഗേജ് ആണ്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 2 എൻഡിലാണ് ഗോ ആൻഡ് നോ ഗോ പാർട്ട്. ഇതിൽ 25 ആണ് ഇതിന്റെ നോമിനൽ ഡയമെൻഷൻ എങ്കിൽ ഈ ഗോ സൈഡ് ഗോ പാർട്ടില് 25 പ്ലസ് 9 മൈക്രോൺസ്, ദാറ്റ് ഈസ് 25.009 മില്ലിമീറ്റർ ആണ് ഈ ഗോ പാർട്ടിലെ ഡയമെൻഷൻ. നോ ഗോ പാർട്ടില് 25 മൈനസ് 4 മൈക്രോൺസ്, ദാറ്റ് ഈസ് 24.996 മില്ലിമീറ്റർ ആണ് നോ ഗോ പാർട്ടിലെ ഡയമെൻഷൻ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ റെഡ് പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈസി ആയിട്ട് ഇൻസ്പെക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇത് നോ ഗോ പാർട്ട് ആണ് എന്നത്. അപ്പൊ നമ്മളിന്ന് ഗേജസിനെ കുറിച്ചാണ് പഠിച്ചത്. 2 ഡിഫറെന്റ് ഗേജസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ആൻഡ് ലിമിറ്റ് ഗേജസ്. സ്റ്റാൻഡേർഡ് ഗേജസിന് അണ്ടറിൽ ഫീലർ ഗേജ്, സ്ക്രൂ പിച്ച് ഗേജ്, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നീ ഗേജസ് ആണ് നമ്മൾ നോക്കിയത്. ലിമിറ്റ് ഗേജസിനകത്ത് പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്, സ്നാപ്പ് ഗേജ് തുടങ്ങിയ ഗേജസ് ആണ് നമ്മൾ കണ്ടത്. ഇതുവരെ ലെക്ചർ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.